നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ ആവേശം വാനോളം ഉയർത്തിക്കൊണ്ട് UDF ക്യാമ്പിൽ പുതിയ തന്ത്രങ്ങൾ മെനയുകയാണ് മുൻ MLA യും വടകര MP യുമായ ഷാഫി പറമ്പിൽ. പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഷാഫി പറമ്പിൽ നടത്തിയ വെളിപ്പെടുത്തലുകൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. പാലക്കാട്ടെ വോട്ടർമാരെ കാത്തിരിക്കുന്നത് വലിയൊരു സർപ്രൈസ് ആണ് എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ അണികളിൽ വലിയ ആവേശം നിറച്ചിട്ടുണ്ട്. BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തി വോട്ട് അഭ്യർത്ഥിച്ച പശ്ചാത്തലത്തിലാണ് ഷാഫി പറമ്പിലിന്റെ പ്രതികരണം ശ്രദ്ധേയമാകുന്നത്. ദേശീയ നേതാക്കളുടെ അഭാവത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് വെയിറ്റ് ആൻഡ് സീ എന്ന മറുപടിയാണ് അദ്ദേഹം നൽകിയത്. വെയിറ്റ് ചെയ്ത് കണ്ടോളൂ, വോട്ടെടുപ്പ് ആയില്ലല്ലോ, നിങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളൂ, നിങ്ങൾ ഷെഡ്യൂൾ ഇല്ല എന്നൊക്കെ അങ്ങനെ നേരത്തെ പറയല്ലേ, സന്ദീപ് വാര്യർക്ക് സീറ്റ് ഇല്ല എന്ന് പറഞ്ഞതുപോലെ പറയണ്ട, വെയിറ്റ് ആൻഡ് സീ, ആരാ വരുന്നത് എന്ന വെയിറ്റ് ചെയ്ത് കണ്ടോളൂ, അപ്പോൾ പാലക്കാടിന് വലിയൊരു സർപ്രൈസ് ഉണ്ടാവുമെന്നാണ് അദ്ദേഹം പറയുന്നത്. നമുക്കെതിരെ പറയാൻ ആര് വരുന്നു എന്നുള്ളതിനേക്കാൾ നമ്മുടെ ഒപ്പം ആരുണ്ട് എന്നതിലാണ് കാര്യം. നമ്മുടെ കൂടെയുള്ളത് ജനങ്ങളാണ്. ഈ ജനാവലി മുഴുവൻ അതിന് വലിയ സാക്ഷ്യമാണല്ലോ. ജനങ്ങൾ വലിയ ആവേശത്തിൽ തന്നെയാണ്. ഇവർ ഒപ്പം നിൽക്കുന്നു എന്നുള്ളത് വലിയ കാര്യമാണ്. ഒപ്പം ഉണ്ടായിരുന്ന സ്ഥാനാർത്ഥിയാണ് രമേശ് പിഷാരടി. ഇത്തവണ പാലക്കാട് MLA മത്സരിക്കുന്നില്ലല്ലോ. പാർട്ടി ഒരു തീരുമാനം എടുത്തില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു പ്രധാനമന്ത്രി ഇവിടെ വന്നിട്ട് ഒരു കൗൺസിലറുടെ കാര്യമാണ് സംസാരിക്കുന്നത്. പ്രധാനമന്ത്രിക്ക് ബ്രിജ്ഭൂഷൺ എന്ന BJP നേതാവിന് പരിചയമുണ്ടോ? ഈ നാടിനു വേണ്ടി ഒളിമ്പിക് മെഡൽ നേടിയ സഹോദരിമാരെ കൊണ്ട് അത് ഞങ്ങൾ പുഴയിൽ ഒഴുക്കി കളയേണ്ടി വരും എന്ന് പറയിപ്പിച്ച ഭരണകൂടത്തിന്റെ തലപ്പത്തിരുന്നിട്ട് പാലക്കാട്ടെ കൗൺസിലറുടെ കാര്യമാണോ പ്രധാനമന്ത്രി പറയേണ്ടത്? MLA എന്താ ഇത്തവണ ഇവിടെ മത്സരിക്കാത്തത്? പാർട്ടി ഒരു തീരുമാനമെടുത്തില്ലേ? ഇത്തവണ പാലക്കാട് ആ MLA മത്സരിക്കുന്നില്ലല്ലോ എന്നും ഷാഫി പറമ്പിൽ ചോദിച്ചു. പുതിയ പരാതിയിൽ ഞങ്ങളുടെ പേര് പറയുന്നതിൻ്റെയൊക്കെ പിന്നിൽ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. ഇതിനകത്ത് നിയമപരമായി ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ആ വ്യക്തി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെളിഞ്ഞാൽ ശിക്ഷ കൊടുക്കട്ടെ. സംരക്ഷിക്കാനോ നിയമ നടപടികളിൽ നിന്ന് മാറ്റി നിർത്താനോ ഞങ്ങൾ ആരും ഇടപെടില്ല. ഇനി അതിന്റെ വേറെ ആംഗിൾ നോക്കൂ. ഈ ഗവൺമെന്റിന്റെ മന്ത്രിസഭയിൽ ഇപ്പോൾ മന്ത്രിയായിരിക്കുന്നവരും മത്സരിക്കുന്നവരും ഉൾപ്പെടെയുള്ള ആളുകളും MLA മാരും മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ളവരും ഇത്തരം കാര്യങ്ങളിൽ അവരെടുത്ത നിലപാട് എന്താണ്? ഞങ്ങളത് പറഞ്ഞിട്ട് ഇതിനെ ന്യായീകരിക്കുന്നില്ല. ഇതിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലീസ് പരിശോധിച്ച് കണ്ടെത്തിയിട്ട് നടപടികളിലേക്ക് പോകട്ടെ. പാലക്കാട് UDF ജയിക്കും, അതിലൊരു സംശയവും വേണ്ട. അത് നഗരമേഖലയാണെങ്കിലും പഞ്ചായത്ത് ആണെങ്കിലും ഇവിടുത്തെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് രാഷ്ട്രീയ ബോധമുണ്ട്, കാര്യങ്ങൾ അറിയാം. മാത്രമല്ല ആരൊക്കെ തമ്മിലാണ് മത്സരം എന്ന കൃത്യമായ പിക്ചർ ജനങ്ങൾക്കുണ്ട്. UDF ജയിക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു ആത്മവിശ്വാസക്കുറവുമില്ല. ഇവിടുത്തെ ജനങ്ങളുടെ ഒരു പാറ്റേൺ ഞങ്ങൾക്കറിയാം. അവരുടെ രാഷ്ട്രീയ ബോധ്യത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. സർക്കാർ മാറ്റം വേണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. UDF-നെ ആ മാറ്റം കൊണ്ടുവരാൻ സാധ്യമാവുകയുള്ളൂ എന്നും ഷാഫി പറമ്പിൽ വ്യക്തമാക്കി.